കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്ന ലോൺ ആപ്പ് സംഘത്തെ വലയിലാക്കിയിരിക്കുകയാണ് പോലീസ്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിച്ചിരുന്ന ലോൺ ആപ്പ് കമ്പനിയെയാണ് പോലീസ് കുടുക്കിയത്. തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് 18 ഉത്തരേന്ത്യക്കാർ ഉൾപ്പെടെ പിടിയിലാകുന്നത്. ശ്രീകാര്യത്ത് പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയത്. അമേരിക്കക്കാരാണ് കൂടുതലും തട്ടിപ്പിനിരയായിട്ടുള്ളതെന്നതാണ് പ്രാഥമിക വിവരം. ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തട്ടിപ്പ് സംഘത്തെ പുറത്തു കൊണ്ടുവന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ശ്രീകാര്യം കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം പോലീസ് നിരീക്ഷണത്തിലാക്കിയിരുന്നു. തട്ടിപ്പിന്റെ വിവരം മനസ്സിലാക്കിയതോടെ തിങ്കളാഴ്ച പോലീസ് റെയ്ഡ് നടത്തുകയായിരുന്നു. ജീവനക്കാരിൽ ഒരാൾ വിമാനത്താവളം മുഖേന രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇയാളെയും സാഹസികമായി പിടികൂടി. ഉത്തരേന്ത്യൻ ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം നിരീക്ഷിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോൺ ആപ്പ് തട്ടിപ്പ് കമ്പനി പ്രവർത്തിക്കുന്നുവെന്ന വിവരം പുറത്തുവരുന്നത്. പരിശോധനയ്ക്കിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചയാളെ വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത്. അതേസമയം കേസിൽ തട്ടിപ്പിന്റെ കൂടുതൽ ചുരുളുകൾ അഴിയുകയാണ്. ശ്രീകാര്യത്തെ കോൾ സെന്റർ മറ്റൊരു സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രവർത്തിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഗുജറാത്തിലെ ശ്രീധർ കോൺവോടെക് എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു പ്രവർത്തനം. കോൾ സെന്ററിൽ നിന്ന് പോലീസ് ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.